ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ വെറും 10 ദിവസം ഒന്നും കൂട്ടാനില്ല, വെറും 8 ദിവസം വീട്ടിൽ നിന്നിട്ട് തിരിച്ച് വേറെ ഇടത്തേക്ക് പോകുന്നതിൻ്റെ എല്ലാവിധമായ വിഷമങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇപ്പം നമ്മുടെ രണ്ടിൻ്റെയും വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം മാറി പോവാണല്ലോ, ആ ഒരു വിഷമം ഉണ്ട് നല്ല രീതിയിൽ. പിന്നെ കുറച്ച് ദിവസത്തേക്കുള്ള ലീവിനൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ വിഷമം കൂടുതലായിരിക്കും. എന്തുവാ, എല്ലായിടത്തും ഒന്നും പോകാനൊന്നും പറ്റിയില്ല, പലരെയും കാണാൻ പറ്റിയില്ല. ടിനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടിനുവിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോകാനൊന്നും ഉള്ളൊരു ടൈം കിട്ടിയില്ല. അതിൻ്റെയൊക്കെ ഒരു വിഷമം എൻ്റെ കൊച്ചിന്റെ മുഖത്തുണ്ട്. പിന്നെ ടിനുവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ മുടിയനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് മുടിയനെ ഒന്ന് കണ്ടിട്ടൊക്കെ പോകണമെന്നുള്ള, മുടിയൻ എന്നൊക്കെ പറയുന്ന പുള്ളിയുടെ പേര് വിഷ്ണു ജി നാഥ് എന്നാണ്. ഞങ്ങളുടെ വീടിന്റെ ഓൾ ഇൻ ഓൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത പുള്ളി ചേട്ടനാണ്. അപ്പോൾ പുള്ളിയെ കാണണം. എൻ്റെ വീട്ടിൽ വന്നു, ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. എല്ലാരെയും മിസ് ചെയ്യും. ഇങ്ങനെ ബ്ലാബ്ലാന്ന് ചിലക്കുന്നത് ടിൻഡു ഭയങ്കരമായ സങ്കടത്തിലാണ്. ടിൻഡുവിന് ഒരുപാട് ദിവസം വീട്ടിൽ നിന്നിട്ട് പോയാലും 10 ദിവസത്തിന് വന്നാലും ഒരേ ഫീലാണ്, എപ്പോഴും ഒരേ ഫീലാണ്. കാരണം എനിക്കെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് അത്രയും ഞാൻ വീട് വിട്ട് മാറി ഒന്നും നിന്നിട്ടില്ല, അതിന്റെ വിഷമമൊന്നും എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ഞാൻ ടിൻഡുവിന് അത്രയും സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റിലേക്കല്ല പോകുന്നത്. അതിന്റെ ഒരു എനിക്ക് അത്രയും വിഷമം കുറവുണ്ട്. എങ്കിലും എന്റെ ഫാമിലി വിട്ടു പോകുന്നതും അവിടുത്തെ വാവകളെ വിട്ടു പോകുന്നതൊക്കെ എനിക്ക് വിഷമമുണ്ട്. പിന്നെ നമ്മുടെ വീട് മിസ് ചെയ്യും. ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ വീട് അടിപൊളിയായിട്ട് ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഉള്ള ചെടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വ്ലോഗും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണണം കേട്ടോ. അപ്പം ഇനി പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് ഈ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി പോകുന്ന വഴിക്ക് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾക്ക് 3 പൊതിച്ചോറാണ് കിട്ടിയിരിക്കുന്നത്. ചേട്ടത്തിയുടെ വക ഒരെണ്ണം, അതായത് എന്റെ ഫസ്റ്റ് ടിനുവിന്റെ മൂത്ത ചേട്ടന്റെ വൈഫാണ് സ്വപ്ന ചേട്ടത്തി, ചേട്ടത്തിയുടെ വക ഒന്ന്, രണ്ടാമത്തെ ചേട്ടന്റെ വൈഫായിട്ടുള്ള പാറുവിന്റെ വക ഒന്ന്. ഞാൻ പാറുവിനെന്ന് വിളിക്കുന്നത്, നിങ്ങൾ പാറുവിനെന്ന് വിളിക്കുന്നത്. അപ്പം പിന്നെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മയുടെ വക ഒന്ന്. അപ്പം 3 പൊതിച്ചോറും 2 കുഞ്ഞു വയറുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം എന്തായാലും ഫുഡെല്ലാം കഴിച്ച് എൻജോയ് ചെയ്ത് ഇടയ്ക്ക് കഴിക്കാൻ കിണ്ണത്തപ്പോ വിരളിയപ്പവും പിന്നെ അവല്, എന്തുവാ പറയുന്നത്, അവലിന്റെ എന്തുവായിരുന്നു, അവല് വിളയിച്ചത്, അത് പാറുവിന്റെ സ്പെഷ്യലാണ്. ഇങ്ങനെ അതെല്ലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ വെള്ളവും എല്ലാം ഉണ്ട്. ഇനി കഴിക്കാനുള്ള നിർത്തലും റെസ്റ്റ് റൂമിൽ കയറാനുള്ള നിർത്തലും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതേതെങ്കിലും പല കാര്യങ്ങളിൽ 14 hours കണ്ടിന്യൂസ് ഡ്രൈവ് ആണ്. എന്റെ ഞാനൊരു പ്രോ ഡ്രൈവർ ആണെങ്കിലും ടിൻഡുവിന്റെ അത്രയും ഞാൻ ഇല്ലാത്തത് കൊണ്ട് ടിൻഡു തന്നെ ആയിരിക്കും ഓടിക്കുന്നത്. പിന്നെ എതിരെ വണ്ടികൾ വരാത്ത വഴിയൊക്കെ ആണെങ്കിൽ ടിൻഡു എന്തെങ്കിലും തരുമായിരിക്കും. ഒരു തവണ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ എത്ര തവണയും കാറിൽ ലോങ് പോകുന്നത് ഇങ്ങനെ തിരിച്ചു വന്നു, സെക്കൻഡ് 4ാമത്തെ. അപ്പൊ നമ്മുടെ 4ാമത്തെ തവണയാണ് നമ്മൾ ബൈ റോഡ് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഞങ്ങൾ എല്ലാ തവണയും വിചാരിക്കും അടുത്ത തവണ നമ്മൾ ട്രെയിനേ പോകൂ അല്ലെങ്കിൽ ബസ്സിനെ വരൂ എന്ന് വിചാരിക്കും. പക്ഷെ എങ്കിലും ടിൻഡുവിന്റെ ഒരു കുഞ്ഞിനെ പോലെയാണ് നമ്മുടെ കാർ, നമ്മുടെ i20. അപ്പം ടിൻഡുവിന് ഒരിക്കലും നമ്മുടെ കാറിനെ കളഞ്ഞിട്ട് വരാൻ തോന്നത്തില്ല, എനിക്കും തോന്നത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും കാറിൽ തന്നെ വരും. റിസ്ക് ഫാക്ടർ എന്ന് പറയാൻ ടിൻഡു അത്യാവശ്യം പതുക്കെ ഓടിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ പതുക്കെ നിന്നും ഒക്കെയാ പോകുന്നത്. ഉറക്കം വരുവാണെങ്കിൽ നല്ല സേഫ് ആയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെയാ പോകുന്നത്. പിന്നെ ബാംഗ്ലൂർ ടു കേരള വലിയൊരു ഡിസ്റ്റൻസ് ഒന്നുമല്ല കമ്പയർ ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മുടെ അവിടെ ഉള്ളവരൊക്കെ നോർത്ത് ഇന്ത്യന്നൊക്കെ കേരളത്തിലേക്ക് വണ്ടിയിൽ വരുന്നവരുണ്ട്, ബൈ റോഡ് തന്നെ വരുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സ്ട്രെസ് ഒന്നും വേണ്ട. കൃത്യം ഒരു 10-14 മണിക്കൂറിനുള്ളിൽ എത്തും. പിന്നെ മാക്സിമം ഡേഞ്ചർ ഉള്ള ഏരിയ കവർ ചെയ്യാതാണ് ഞങ്ങൾ പോകുന്നത്. നൈറ്റ് ടൈമിലുള്ള ട്രാവലിംഗ് കുറയ്ക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഡേ ടൈമിൽ ഇറങ്ങുന്നത് അല്ലേ, ഇത്രയും നേരത്തെ ഇറങ്ങുന്നത്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇപ്പോഴത്തെ വിശേഷം. ഈ പോകെ ചെറിയ ചെറിയ നല്ല സ്ഥലങ്ങളും ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങുമ്പോ ഒക്കെയുള്ള ക്ലിപ്പിക്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. അതുവരേക്കും അടുത്ത ക്ലിപ്പ് വരെ ബൈ ബൈ. എവിടെയാ? കറുകച്ചാലില് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാം. 1 മണിയൊക്കെ ആയി. അപ്പം എനിക്ക് അച്ചാറും ലെമൺ റൈസും ആണ്. ടിൻഡുവിന് നല്ല അടിപൊളി പൊതിച്ചോറാണ്. ഇനി ഒരു പൊതിച്ചോറൂടെ ഉണ്ട്, അതിന് പോകുന്ന വഴിക്ക് ഞങ്ങൾ കഴിക്കും അല്ലയോ. ടിൻഡുവിന് ഇപ്പൊ സോയാബീനും തോരനും മീൻ വറുത്തതും സാമ്പാറുമാണ്. എന്റേത് ഞങ്ങളുടെ അമ്മ തന്നത് ലെമൺ റൈസും മാങ്ങാച്ചാർ ഒക്കെയാണ്. ഇപ്പോൾ റോഡ് സൈഡിൽ അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിന്നിരിക്കുന്നത്. അപ്പം പൊതിച്ചോറും
ലെമൺ റൈസും കഴിച്ചിട്ട് കറുകച്ചാലിൽ നിന്ന് ഞങ്ങൾ യാത്ര പിന്നെയും തുടരുകയാണ്. പുഡിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഈ വന്ന വഴിയെല്ലാം കരുവാറ്റ ആ സൈഡെല്ലാം നല്ല അടിപൊളി വീടുകളായിരുന്നു അല്ലേ. ഞങ്ങൾ പ്രോപ്പർ കൊല്ലമാണ്, അപ്പം അവിടുത്തെ ഉള്ളതിലും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ ഇറക്കത്തും കയറ്റത്തും ഒക്കെയുള്ള വീടുകളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ചെടികൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. കറുകച്ചാൽ, കരുവാറ്റയിലെ കറുകച്ചാൽ. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി വീടുകളാണ്. പഴയ വീടുകളുണ്ടായിരുന്നു ഒരുപാട്. ഞങ്ങൾക്ക് രണ്ടിനും അങ്ങനെയൊക്കെയുള്ള വീടുകൾ കാണുന്നതൊക്കെ ഇഷ്ടമാണ്. അതുപോലൊരു വീടാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം നമ്മളിങ്ങനെ വണ്ടി ഓടി പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള ചെറിയ പരിമിതികളുണ്ട്. അതായത് അതുപോലെ മാപ്പ് വെച്ചിട്ട് ഞാനാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങൾ ചിലപ്പം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചറിയുന്നത് ഞങ്ങളുടെ വഴി തെറ്റിയെന്നും. പിന്നെ ടിൻഡു ഒരു ക്ഷമാശീലനായതുകൊണ്ട് എന്നെയൊന്നും പറയാറില്ല അല്ലേ? അതെ 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 അതെ. അത്യാവശ്യം നല്ല രസമുണ്ട് ഈ വഴി, വന്ന വഴിയൊക്കെ കുറെ ഗാർഡന്, നഴ്സറി കാര്യങ്ങളൊക്കെ കണ്ടു. ചെടിയോടിപ്പം ഭയങ്കരമായ ഒരു ഇഷ്ടമാണ്. ഏത് ചെടികൾ കണ്ടാലും നോക്കും, ഇന്ന ചെടിയാണെന്ന് പറയാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ളൊക്കെ ചെറിയ ചെറിയ എന്റർടൈൻമെന്റിൽ പോവാണ്. പിന്നെ കുറച്ചു നേരം പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കി. വണ്ടിയുടെ ബാക്ക് വശം നിങ്ങൾ നോക്കിയേ വേണ്ട, കാരണം എല്ലാം ഉണ്ട്. എല്ലാം ഒരു കാരവൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ ഞങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചിനി നമുക്ക് കേരള ബോർഡറൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല സ്ഥലത്തെത്തുമ്പോൾ കാണാൻ ശ്രമിക്കാം. അത്യാവശ്യം അടിപൊളി ഒരു വീടൊക്കെ ഉണ്ട് കണ്ടോ. അതുപോലത്തെ ബിൽഡിങ്സ്, പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പം നമുക്ക് ഇനി ഒരു കേരള ബോർഡറെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ കയറുന്ന ടൈമിൽ വെട്ടമുണ്ടെങ്കിൽ, അതായത് വെളിച്ചമുണ്ടെങ്കിൽ നല്ല കുറച്ച് സീനറി ഒക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട്, അവിടെയൊക്കെ കാണാം. ഇവിടുത്തെ വീഡിയോസ് ഞാൻ വീടുകൾ കാണിക്കാം എന്നുണ്ട്, പക്ഷെ ഒരു വീടല്ല ഒരുപാട് വീടുകളും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഏത് കാണിക്കണം ഏത് കാണിക്കണ്ട എന്നൊരു ഡൗട്ട്. എന്തായാലും ഞാൻ കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ കൂടെ നിങ്ങളെ കാണിക്കും. ഇവിടെ ഒന്നും റോഡിന് ഇരുവശവും വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല, പക്ഷെ വീടുകളുണ്ടായിരുന്നു, ഒരുപാട് വീടുകളുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓൾമോസ്റ്റ് ബാംഗ്ലൂർ കയറിയിട്ടുണ്ട്. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയി. ഞങ്ങൾ വിചാരിച്ചതിലും കുറേ ലേറ്റായിട്ടാണ് എത്തുന്നത്, എങ്കിലും കുഴപ്പമില്ല, നമ്മളോട് എത്തിയിട്ടുണ്ട്. പിന്നെ ഹൈവേ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രാഫിക്കിൻ്റെ റോഡെല്ലാം പണിയും കാര്യങ്ങളും അതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല യാത്രയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ വണ്ടി എടുത്തത്. അതുകൊണ്ടൊക്കെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓൾമോസ്റ്റ് നമ്മൾ ബാംഗ്ലൂർ കയറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 30 കിലോമീറ്ററോടുണ്ട് നമുക്ക് പോകേണ്ടടുത്തേക്ക്. സോ ഫൈനലി ബംഗളൂരു, ബാംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ടിൻഡിന് നല്ല ടയർനെസ് കാണും, കാരണം ഒറ്റ സ്ട്രെച്ചിന് ഓൾമോസ്റ്റ് ഇച്ചിരി സമയമല്ലേ റെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒറ്റ സ്ട്രെച്ച് ഓട്ടം തന്നെയായിരുന്നു. രണ്ടുപേരും തൊണ്ടയൊക്കെ അടയുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് നല്ല രീതിയിൽ അറിയാൻ പറ്റും. നാട്ടിലെക്കാട്ടിലെ തണുപ്പ് കൂടുതലായിരിക്കും ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് പിന്നെ ഈ ഹെവി ലോഡ് വണ്ടികളുടെ ഒരു അതിപ്രസരമായിരുന്നു റോഡ് മുഴുവൻ. അതൊക്കെ നമുക്ക് കുറേ ഡിലേ ടൈമിൽ വരുത്തി. പിന്നെ അവർക്ക് ഈ ഒരു ടൈം ആയിരിക്കുമല്ലോ പോകാൻ പറ്റുന്നത്, സ്കൂൾ ടൈമിലൊന്നും എടുക്കാനൊന്നും പറ്റാത്ത ഹെവി ലോഡ് വണ്ടികളൊക്കെ ആയിരിക്കുമല്ലോ, നമ്മൾ അതിനെ മാനിക്കണമല്ലോ. സോ ഇപ്പം വ്ളോഗ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നുണ്ട്. കുറേ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം നല്ല ലേറ്റ് ആയിപ്പോയി. നല്ല സ്ഥലമൊക്കെ വന്നപ്പം എന്താ പറയുന്നത്, നല്ല ഇരുട്ടായിപ്പോയില്ലേ. ഇനി അടുത്ത തവണ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ടൈമിൽ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ഡേറ്റ് ടൈമിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കാം. ആ ഒരു ഏരിയയൊക്കെ കവർ ചെയ്യുന്ന ടൈമിൽ ഒരു ലൈറ്റൊക്കെ ഉള്ള ടൈമാണെങ്കിൽ അന്ന് നമുക്ക് വീഡിയോയിലെല്ലാം കാണാം. കുറച്ച്